ഇന്ന് ഓട്ടോമാറ്റിക് കാറുകൾക്കുള്ള ഡിമാൻഡ് കൂടി വരികയാണ് അല്ലേ? വാഹന നിർമ്മാതാക്കളൊക്കെ സ്ത്രീകൾ മാത്രമാണ് ഗിയർലെസ് വണ്ടികൾ ഓടിക്കുന്നത് എന്നുള്ള ചിന്താഗതി ഉണ്ടായിരുന്നു. എന്നാൽ നമ്മൾ ഇന്ത്യക്കാർ അതങ്ങ് മാറ്റിക്കൊടുക്കുകയാണ് ചെയ്തത്. റോഡുകളിലെ തിരക്ക് വർദ്ധിച്ചതും ഓടിക്കാൻ ഈസി ആണെന്നതുമാണ് ക്ലച്ച്ലെസ് വണ്ടികളെ ഇത്രയധികം ജനപ്രിയമാക്കിയത്. അതുമാത്രമല്ല, മാനുവൽ കാറുകളെക്കാൾ മൈലേജ് വാഗ്ദാനം ചെയ്യാൻ തുടങ്ങിയതോടെ ആളുകൾ ഇടിച്ചു കയറാൻ തുടങ്ങി. നമുക്കറിയാം, പണ്ടൊക്കെ പ്രീമിയം കാറുകളിൽ മാത്രമായിരുന്നു ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ കണ്ടിരുന്നതെങ്കിൽ ഇന്ന് രാജ്യത്തെ ഏറ്റവും ചെറിയ എൻട്രി ലെവൽ കാറുകളിൽ പോലും ഓട്ടോമാറ്റിക് വരികയുണ്ടായി. ഡിമാൻഡ് കൂടുന്നതനുസരിച്ച് ക്ലച്ച്ലെസ്സിൽ തന്നെ പല സാങ്കേതിക വിദ്യകളും ഓരോ കമ്പനികളും കൊണ്ടുവരാൻ തുടങ്ങി. ഏതായാലും ട്രെൻഡായി നിൽക്കുന്ന ഇപ്പോഴത്തെ SUV സെഗ്മെന്റിൽ പോലും ഇത്തരം ആവശ്യക്കാരാണ് ഏറെയുള്ളതും. പക്ഷെ എന്തൊക്കെ വന്നാലും ഓട്ടോമാറ്റിക് ഞങ്ങൾ ഇറക്കില്ല എന്ന് വാശി കാണിച്ചവരാണ് ഫ്രഞ്ച് വാഹന നിർമ്മാതാക്കളായ സിട്രൺ. സിട്രൺ ഇന്ത്യയിലെത്തുമ്പോൾ ഏവർക്കും പ്രതീക്ഷകൾ വാനോളമായിരുന്നു. സാധാരണക്കാരെ ലക്ഷ്യമാക്കി C3 വന്നപ്പോഴും പലരും ആ മോഡൽ സ്വന്തമാക്കണമെന്ന് ആഗ്രഹിച്ചതാണ്. എന്നാൽ മാനുവൽ ഗിയർബോക്സ് മാത്രം നൽകിക്കൊണ്ട് പ്രതീക്ഷകളെല്ലാം കമ്പനി ഊതിക്കെടുത്തി. അതുമൂലം വിൽപ്പനയുടെ കാര്യത്തിൽ വിജയിക്കാൻ സിട്രണ് കഴിഞ്ഞില്ല. ശേഷം മിഡ് സൈസ് SUV സെഗ്മെന്റിൽ ഹ്യുണ്ടായി ക്രെറ്റയോടും മാരുതി ഗ്രാൻഡ് വിറ്റാരയോടും കിയ സെൽറ്റോസിനോടുമെല്ലാം മത്സരിക്കാനെത്തിയ C3 എയർക്രോസ് വന്നപ്പോഴും പിന്നെയും ശങ്കരം വീണ്ടും തെങ്ങിൽ തന്നെ. ഡിസൈൻ പരമായിട്ടും വിലയുടെ കാര്യത്തിലായാലും പലർക്കും വണ്ടി ഇഷ്ടമായെങ്കിലും ഓട്ടോമാറ്റിക് ഇല്ലാതിരുന്നത് കനത്ത തിരിച്ചടിയായി. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും എന്ന് പറയുന്ന പോലെ ആ കുറവങ്ങ് നികത്തിയേക്കാമെന്ന് തീരുമാനമെടുത്തിരിക്കുകയാണ് സിട്രൺ. സിട്രൺ തങ്ങളുടെ ഏറ്റവും പുതിയ മോഡലായ C3 എയർക്രോസിന്റെ ഓട്ടോമാറ്റിക് പതിപ്പുകൾ അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ്. ഈ വർഷം ആദ്യമാസം തന്നെ വാഹനത്തിന്റെ ക്ലച്ച്ലെസ് മോഡൽ എത്തും. നിലവിൽ 5 സീറ്റർ അല്ലെങ്കിൽ 7 സീറ്റർ SUV ആയി വരുന്ന വാഹനം U, പ്ലസ്, മാക്സ് എന്നിങ്ങനെ 3 വേരിയന്റുകളിൽ ഇപ്പോൾ ലഭ്യമാണ്. 9,99,000 രൂപയുടെ പ്രാരംഭ എക്സ്ഷോറൂം വിലയും മിഡ് സൈസ് SUVയുടെ പ്രധാന ആകർഷണമാണ്. റിപ്പോർട്ടുകൾ അനുസരിച്ച് C3 എയർക്രോസിന് പ്ലസ്, മാക്സ് എന്നിങ്ങനെ 2 ഓട്ടോമാറ്റിക് വേരിയന്റുകൾ ലഭിക്കും. ഒരു പുതിയ ഗിയർ ബോക്സ് 6 സ്പീഡ് ഓട്ടോമാറ്റിക് കൺവെർട്ടർ യൂണിറ്റ് ആയിരിക്കുമെന്നതാണ് മറ്റൊരു പ്രധാന കാര്യം. ക്ലച്ച്ലെസ് മോഡൽ വരുന്നതോടെ ക്രെറ്റ പോലുള്ള വമ്പന്മാരുടെ എതിരാളി കൂടുതൽ ആളുകളിലേക്ക് എത്തുമെന്നതാണ് പ്രതീക്ഷിക്കുന്നത്. എഞ്ചിനിലേക്ക് വരികയാണെങ്കിൽ നിലവിൽ സിട്രൺ C3 എയർക്രോസിൽ 1.2 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനാണ് ഉപയോഗിക്കുന്നത്. 6 സ്പീഡ് മാനുവൽ ഗിയർബോക്സുമായി ജോഡിയായിരിക്കുന്ന എഞ്ചിന് 109 bhp കരുത്തിൽ പരമാവധി 190 Nm ടോർക്ക് വരെ നൽകാൻ ശേഷിയുണ്ട്. ലിറ്ററിന് 18.5 കിലോമീറ്റർ മൈലേജാണ് കമ്പനി അവകാശപ്പെടുന്നത്. ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഉപയോഗിച്ച് കൂടുതൽ ഇന്ധനക്ഷമതയും സിട്രണ് വാഗ്ദാനം ചെയ്യാനാകും. പുതിയ ഗിയർബോക്സ് ഓപ്ഷൻ ചേരുന്നതല്ലാതെ വാഹനത്തിന് മറ്റ് പരിഷ്കാരങ്ങളൊന്നും ഉണ്ടാകില്ല. ഡ്യുവൽ ഫ്രണ്ട് എയർബാഗ്സ്, ABS വിത്ത് EBD, ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം, ഹിൽ ഹോൾഡ് അസിസ്റ്റ് പോലുള്ള സ്റ്റാൻഡേർഡ് സേഫ്റ്റി ഫീച്ചറുകളാണ് സിട്രൺ C3 എയർക്രോസിൽ ഉള്ളത്. ഫീച്ചറുകളുടെ കാര്യത്തിലായാലും മുടക്കുന്ന പണത്തിനുള്ള ഒരു വിശ്വാസം എയർക്രോസ് നൽകുന്നു എന്ന് പറയാം. വയർലെസ് ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ ഇന്റർഫേസ് സഹിതമുള്ള 10.25 ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫർടൈൻമെന്റ് സിസ്റ്റം, 7 ഇഞ്ച് ഡിജിറ്റൽ ക്ലസ്റ്റർ, 4 സ്പീക്കർ ഓഡിയോ, ഇൻ-കാർ കണക്റ്റഡ് ടെക്നോളജി, എല്ലാവർക്കും 1 ടച്ച് ഡൗൺ വിൻഡോ, ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ORVMകൾ, ഹാലജൻ ഹെഡ്ലൈറ്റുകൾ, LED DRLകൾ, ഫ്രണ്ട് ഫോഗ് ലാമ്പുകൾ, റിവേഴ്സ് പാർക്കിംഗ് ക്യാമറ, റൂഫ് മൗണ്ടഡ് റിയർ എയർ കോൺ വെന്റുകൾ, 5 സീറ്ററിൽ റിയർ സെന്റർ ആംറസ്റ്റ്, ടിൽറ്റ് അഡ്ജസ്റ്റ് ഉള്ള സ്റ്റിയറിംഗ് വീല്, ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ഡ്രൈവർ സീറ്റ്, കീലെസ് എൻട്രി, 17 ഇഞ്ച് ഡയമണ്ട് കട്ട് അലോയ് വീലുകൾ എന്നിവ ഉൾപ്പെടെ ആവശ്യമുള്ളതെല്ലാം സിട്രൺ മിഡ് സൈസ് SUVക്ക് നൽകിയിരിക്കുന്നു. ഓട്ടോമാറ്റിക് കൂടി എത്തുന്നതോടെ വിൽപ്പനയിൽ സിട്രൺ കൂടുതൽ ശക്തി ആർജിക്കുമെന്ന് പറയാം. ഓട്ടോമാറ്റിക് SUV വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് തെരഞ്ഞെടുത്ത സിട്രൺ ഡീലർഷിപ്പുകളിൽ 25,000 രൂപ ടോക്കൺ തുക നൽകി SUV മുൻകൂട്ടി ബുക്ക് ചെയ്യാം. ഏവർക്കും ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ നന്ദി, നമസ്കാരം.